ഹായ് ഫ്രണ്ട്സ്, ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ട്രിപ്പിൾ പി ആൻഡ് ATM ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ട്രിപ്പിൾ പി എന്ന് നോക്കാം. പോയിൻറ്റ് ടു പോയിൻറ്റ് പ്രോട്ടോക്കോൾ. Point to point protocol is a communication protocol of the data link layer that is used to transmit multi-protocol data between two directly connected computers. രണ്ട് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇടയിൽ മൾട്ടി പ്രോട്ടോക്കോൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റാ ലിങ്ക് ലെയറിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ് ട്രിപ്പിൾ പി. It is a byte-oriented protocol that is widely used in broadband communication having heavy loads and high speeds. ഹെവി ലോഡും ഹൈ സ്പീഡും ഉള്ള ബ്രോഡ്ബാൻഡ് കമ്മ്യൂണിക്കേഷനിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബൈറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണിത്. സിൻസ് ഇറ്റ് ഈസ് എ ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോക്കോൾ, ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ഫ്രെയിംസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് RFC 6061. ഇതൊരു ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോക്കോളാണ്, ആയതിനാൽ ഫ്രെയിംസിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് RFC 6061 എന്നും അറിയപ്പെടുന്നു. അടുത്തത് സർവീസസ് പ്രൊവൈഡ് ബൈ ട്രിപ്പിൾ പി. ട്രിപ്പിൾ പി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ മെയിൻ സർവീസസ് പ്രൊവൈഡ് ബൈ പോയിൻറ്റ് ടു പോയിൻറ്റ് പ്രോട്ടോക്കോൾസ് ആർ ഡിഫൈനിങ് ദ ഫ്രെയിം ഫോർമാറ്റ് ഓഫ് ദ ഡാറ്റ ടു ബി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡാറ്റയുടെ ഫ്രെയിം ഫോർമാറ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഡിഫൈനിങ് ദ പ്രൊസീജിയർ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ലിങ്ക് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ. രണ്ട് പോയിൻറ്റുകളും ഡാറ്റ എക്സ്ചേഞ്ചും തമ്മിലുള്ള ഒരു എസ്റ്റാബ്ലിഷിംഗ് പ്രൊസീജിയർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. Stating the method of encapsulation of network layer data in the frame. ഫ്രെയിം നെറ്റ്വർക്ക് ലെയറിൻ്റെ ഡാറ്റ എൻകാപ്സുലേഷൻ ചെയ്യുന്ന മെത്തേഡ് പ്രസ്താവിക്കുന്നുണ്ട്. സ്റ്റേറ്റിംഗ് ഒതൻറ്റിക്കേഷൻ റൂൾസ് ഓഫ് ദ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസിൻ്റെ ഒതൻറ്റിക്കേഷൻ റൂൾസ് പ്രസ്താവിക്കുന്നുണ്ട്. പ്രൊവൈഡിംഗ് അഡ്രസ് ഫോർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ്റെ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊവൈഡിംഗ് കണക്ഷൻ ഓവർ മൾട്ടിപ്പിൾ ലിങ്ക്സിൻ്റെ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. Supporting a variety of network layer protocols by providing a range of OS services. ഇത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് ലെയേഴ്സിൻ്റെ പ്രോട്ടോക്കോൾസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ട്രിപ്പിൾ പിയുടെ സർവീസസ്. അടുത്തത് കമ്പോണൻറ്റ്സ് ഓഫ് ട്രിപ്പിൾ പി. പോയിൻറ്റ് ടു പോയിൻറ്റ് പ്രോട്ടോക്കോൾ ഈസ് എ ലെയർ പ്രോട്ടോക്കോൾ ഹാവിങ് 3 കമ്പോണൻറ്റ്സ്. പോയിൻറ്റ് ടു പോയിൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു ലെയർ പ്രോട്ടോക്കോളാണ്. ഇതിന് മെയിനായിട്ട് 3 കമ്പോണൻറ്റ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എൻകാപ്സുലേഷൻ കമ്പോണൻറ്റ്. ഇറ്റ് എൻകാപ്സുലേറ്റ് ദ ഡാറ്റാഗ്രാം സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ദി സ്പെസിഫൈഡ് ഫിസിക്കൽ ലെയർ. ഡാറ്റാഗ്രാമിനെ എൻകാപ്സുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ലെയറിലോട്ടാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് LCP എന്ന് പറഞ്ഞാൽ ലിങ്ക് കൺട്രോൾ പ്രോട്ടോക്കോൾ. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ്, കോൺഫിഗറിംഗ്, ടെസ്റ്റിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് ടെർമിനേറ്റിംഗ് ലിങ്ക്സ് ഫോർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള ലിങ്ക്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, കോൺഫിഗറിങ് ചെയ്യുക, ടെസ്റ്റിംഗ് ചെയ്യുക, പിന്നെ മെയിൻറ്റെയിനിങ്, ടെർമിനേറ്റിംഗ്, ഇതെല്ലാം ചെയ്യുന്നതാണ് ഈ ലിങ്ക് കൺട്രോൾ പ്രോട്ടോക്കോളിൻ്റെ മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് നെഗോഷിയേഷൻ ഫോർ സെറ്റപ്പ് ഓഫ് ഓപ്ഷൻസ് ആൻഡ് യൂസ് ഓഫ് ഫീച്ചേഴ്സ് ബൈ ദ 2 endpoints ഓഫ് ദ ലിങ്ക്സ്. അതായത് 2 endpointsലൂടെ ഓപ്ഷൻസ് നെഗോഷിയേഷൻ നടത്താനും അതിൻ്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇത് നൽകുന്നുണ്ട്. അടുത്തതാണ് AP എന്ന് പറഞ്ഞാൽ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോൾ. ദീസ് പ്രോട്ടോക്കോൾസ് ഒതൻറ്റിക്കേറ്റ് endpoints ഫോർ യൂസ് ഓഫ് സർവീസസ്. ഈ പ്രോട്ടോക്കോൾസ് സർവീസസിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് endpointsനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദ 2 authentication protocols of PPs are. മെയിനായിട്ട് 2 authentication protocols ആണ് ഈ ട്രിപ്പിൾ പിയിലുള്ളത്. ഫസ്റ്റ് വൺ ആണ് PAP എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ഒതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോൾ. അടുത്തത് CHAP ചലഞ്ച് ഹാൻഡ്ഷേക്ക് ഒതൻറ്റിക്കേഷൻ പ്രോട്ടോക്കോൾ. അടുത്തത് നെറ്റ്വർക്ക് കൺട്രോൾ പ്രോട്ടോക്കോൾ NCPS. These protocols are used for negotiating the parameters and facilities for the network layer. അതായത് നെറ്റ്വർക്ക് ലെയറിലെ പാരാമീറ്റേഴ്സിനെയും ഫെസിലിറ്റീസിനെയും നെഗോഷിയേറ്റ് ചെയ്യാൻ ഈ പ്രോട്ടോക്കോളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഫോർ എവറി ഹയർ ലെയർ പ്രോട്ടോക്കോൾ സപ്പോർട്ടഡ് ബൈ ട്രിപ്പിൾ പി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഹൈ ലെയർ പ്രോട്ടോക്കോൾസിനും ഒരു NCP ഉണ്ട്. സം ഓഫ് ദി NCPs ഓഫ് ട്രിപ്പിൾ പി ആർ. ഇത് പറയുന്നത് ഇങ്ങനെ ഉള്ള ട്രിപ്പിൾ പിയുടെ ചില NCPകളാണ്. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ കൺട്രോൾ പ്രോട്ടോക്കോള്, OSI നെറ്റ്വർക്ക് ലെയർ കൺട്രോൾ പ്രോട്ടോക്കോള്, ഇൻ്റർ നെറ്റ്വർക്ക് പാക്കറ്റ് എക്സ്ചേഞ്ച് കൺട്രോൾ പ്രോട്ടോക്കോൾ, ഡെക്നെറ്റ് ഫേസ് IV കൺട്രോൾ പ്രോട്ടോക്കോൾ, നെറ്റ് ബയോസ് ഫ്രെയിം കൺട്രോൾ പ്രോട്ടോക്കോൾ,
IPv6 കൺട്രോൾ പ്രോട്ടോക്കോൾ. ഇതെല്ലാമാണ് PPPയുടെ ചില NCPകൾ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇത്ര നേരം പറഞ്ഞ തന്നെയാണ്. ഫിസിക്കൽ ലെയർ പ്രോട്ടോക്കോൾസ് ഉണ്ടായിരിക്കും, ഡാറ്റ ലിങ്ക് ലെയറിലുള്ള പ്രോട്ടോക്കോൾസ്, നെറ്റ്വർക്ക് ലെയറിൽ ഡാറ്റ ഫ്രം നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസ്. അടുത്ത ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് PPP ഫ്രെയിമാണ്. അതായത് PPP ഫ്രെയിമിൽ ഉള്ള ഫീൽഡുകളാണ് ഫ്ലാഗ്, അഡ്രസ്, കൺട്രോൾ, പ്രോട്ടോക്കോൾ, പേലോഡ്, FCS. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഓരോ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ ഫീൽഡുകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. PPP frame. PPP is a byte-oriented protocol where each field of the frame is composed of one or more bytes. PPP എന്ന് പറയുന്നത് ഒരു ബൈറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണ്. ഈ PPP ഫ്രെയിമിൻ്റെ ഓരോ ഫീൽഡും ഒന്നോ അതിലധികമോ ബൈറ്റുകൾ അടങ്ങിയതായിരിക്കും. ദ ഫീൽഡ്സ് ഓഫ് എ PPP ഫ്രെയിമാണ്. ഇനി മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് അതിൽ ഈ PPP ഫ്രെയിമിലുള്ള ഓരോ ഫീൽഡുകളാണ്. ഫസ്റ്റ് വൺ ആണ് ഫ്ലാഗ്. One byte that marks the beginning and the end of the frame. The bit pattern of the flag is 0 1 1 1 1 1 1 0. അതായത് ഈ PPP ഫ്രെയിമിലെ ഫ്ലാഗ് എന്ന് പറയുന്നത് ഫസ്റ്റും ലാസ്റ്റും ഉണ്ടായിരിക്കും. ഇത് 1 ബൈറ്റ് ആയിരിക്കും. ഫ്ലാഗിൻ്റെ ബിറ്റ് പാറ്റേൺ ആണ് ഇവിടെ തന്നിരിക്കുന്ന ഈ 0 1 1 1 1 1 0 എന്ന് പറയുന്നത്. അടുത്തതാണ് അഡ്രസ്. 1 byte which is set to 1 1 1 1 1 1 1 1 in case of broadcast. ഇപ്പോൾ 1 byte ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ നമ്മളിവിടെ സെറ്റപ്പ് ചെയ്യുന്നത് 1 1 1 1 1 1 1 1 ആയിട്ടാണ് ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നത്. അടുത്താണ് കൺട്രോൾ. 1 byte സെറ്റ് ടു എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് 1 1 0 0 0 0 0 0. അത് 1 byte ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ടുള്ള 1 1 0 0 0 0 0 0 സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് പ്രോട്ടോക്കോൾ. 1 or 2 byte that define the type of data contained in the payload field. പേലോഡ് ഫീൽഡിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു. ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്നാണ് ഈ പ്രോട്ടോക്കോളിൽ ഡിഫൈൻ ചെയ്യുക. അത് 1 or 2 bytes ആയിരിക്കും. അടുത്തതാണ് പേലോഡ്. ഇറ്റ് ക്യാരീസ് ദ ഡാറ്റ ഫ്രം ദ നെറ്റ്വർക്ക് ലെയർ. അതായത് നെറ്റ്വർക്ക് ലെയറിൽ നിന്നുള്ള ഡാറ്റാസിനെ ഇത് ക്യാരി ചെയ്യുന്നുണ്ട്. ദ മാക്സിമം ലെങ്ത് ഓഫ് ദ പേലോഡ് ഫീൽഡ് ഈസ് 1500 bytes. ഈ എന്താ പറയുക, ദ മാക്സിമം ലെങ്ത്ത്, അതായത് ഈ പേലോഡ് ഫീൽഡിൻ്റെ മാക്സിമം ലെങ്ത്ത് എന്ന് പറയുന്നത് 1500 bytes ആണ്. However, this may be negotiated between the end points of communication. എന്നിരുന്നാലും ഈ കമ്മ്യൂണിക്കേഷൻ്റെ എൻഡ് പോയിന്റിൽ ഇവ തമ്മിലൊരു നെഗോഷിയേറ്റ് ചെയ്യും. FCS ആണ് അടുത്തത്. ഇറ്റ് ഈസ് എ 2 byte or 4 byte ഫ്രെയിം ചെക്ക് സീക്വൻസ് ഫോർ എറർ ഡിറ്റക്ഷൻ. ഇത് 2 byte അല്ലെങ്കിൽ 4 byte ഫ്രെയിം ചെക്ക് സീക്വൻസ് ആണ്. എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതാണ് മെയിനായിട്ടുള്ള അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ദ സ്റ്റാൻഡേർഡ് കോഡ് യൂസ്ഡ് CRC. ഇതിന് മെയിനായിട്ടൊരു സ്റ്റാൻഡേർഡ് കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് CRC, അതായത് സൈക്ലിക് റിഡൻഡൻസി കോഡ്. അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ ഇതിൽ വരുന്നത് ATM ആൻഡ് ATM നെറ്റ്വർക്ക്സ്. ATM സ്റ്റാൻഡ്സ് ഫോർ അസിൻക്രോണസ് ട്രാൻസ്ഫർ മോഡ്. ATM എന്ന് പറഞ്ഞാൽ അസിൻക്രോണസ് ട്രാൻസ്ഫർ മോഡാണ്. ഇറ്റ് ഈസ് എ സ്വിച്ചിങ് ടെക്നിക് ദാറ്റ് യൂസസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, അതായത് TDM ഉപയോഗിക്കുന്ന ഒരു സ്വിച്ചിങ് ടെക്നിക്കാണ് ATM. ATM networks are connection-oriented networks for cell relay that supports voice, video and data communication. വോയിസ്, വീഡിയോ, അതുപോലെ തന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൽ റിലേയ്ക്കുള്ള കണക്ഷൻ ഓറിയൻറ്റഡ് നെറ്റ്വർക്കാണ് ATM നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. It encodes data into small fixed size cells so that they are suitable for TDM and transmits them over a physical medium. ഈ ഡാറ്റയെ ഒരു സ്മോൾ ഫിക്സ്ഡ് സൈസായിട്ടുള്ള സെല്ലുകളായിട്ട് ഫസ്റ്റ് എൻകോഡ് ചെയ്യും. അങ്ങനെ ഇതിനെ TDMന് സ്യൂട്ടബിൾ ആവുകയും ഒരു ഫിസിക്കൽ മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. TDMന് സ്യൂട്ടബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഈ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിന് സ്യൂട്ടബിൾ ആവുകയും എന്നിട്ട് അതിനുശേഷം ഒരു ഫിസിക്കൽ മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദ സൈസ് ഓഫ് ആൻ ATM സെൽ ഈസ് 53 byte. ഈ ATM സെല്ലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 53 byte ആണ്. 5 byte ഹെഡർ ആൻഡ്
48 ബൈറ്റ് പേലോഡ്. അതിൽ 5 ബൈറ്റ് ഹെഡറും 48 ബൈറ്റ് പേലോഡുമാണ്. ദർ ആർ 2 ഡിഫറെൻറ്റ് സെൽ ഫോർമാറ്റ്സ്. അതായത് ഇതിന് 2 ഡിഫറെൻറ്റ് സെൽ ഫോർമാറ്റ്സ് ഉണ്ട്. ആദ്യത്തേത് യൂസർ നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, അതായത് UNAയും, രണ്ടാമത്തേത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് NNIയും. The below image represents the functional reference model of the asynchronous transfer mode. താഴെയുള്ള പിക്ചർ അസിൻക്രണസ് ട്രാൻസ്ഫർ മോഡിൻ്റെ ഒരു റെഫറൻസ് മോഡലാണ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് ATM എൻഡ് പോയിൻറ്റും ഉണ്ട്, ATM സ്വിച്ചും ഉണ്ട്. ATM എൻഡ് പോയിൻറ്റിലുള്ളത് ATM അഡാപ്റ്റേഷൻ, ATM ലെയർ, ഫിസിക്കൽ ലെയർ. ATM സ്വിച്ചിലുള്ളത് ATM ലെയറും ഫിസിക്കൽ ലെയറും. ഇതാണ് ഒരു അസിൻക്രണസ് ട്രാൻസ്ഫർ മോഡിൻ്റെ ഒരു റെഫറൻസ് മോഡൽ. ഇനി നോക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ATM നെറ്റ്വർക്ക്സ്. ATM നെറ്റ്വർക്കിൻ്റെ ബെനിഫിറ്റ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഡൈനാമിക് ബാൻഡ്വിഡ്ത്ത് ദാറ്റ് ഈസ് പെർട്ടിക്കുലർലി സ്യൂട്ടഡ് ഫോർ ബേഴ്സ്റ്റി ട്രാഫിക്. തിരക്കേറിയ ട്രാഫിക്കിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഡൈനാമിക് ബാൻഡ്വിഡ്ത്ത് ഇത് നൽകുന്നുണ്ട്. സിൻസ് ഓൾ ഡാറ്റാസ് ആർ എൻകോഡഡ് ഇൻ ടു ഐഡൻറ്റിക്കൽ സെൽസ്, ഡാറ്റ ട്രാൻസ്മിഷൻ ഈസ് സിമ്പിൾ, യൂണിഫോം ആൻഡ് പ്രഡിക്റ്റബിൾ. എല്ലാ ഡാറ്റാസും ഒരേ സെല്ലിലേക്ക്, അതായത് ഒരു ഐഡൻറ്റിക്കൽ സെല്ലുകളിലേക്ക് എൻകോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളാണ്. അതുപോലെ യൂണിഫോം ആണ്, പ്രഡിക്റ്റബിളും ആണ്. യൂണിഫോം പാക്കറ്റ് സൈസ് എൻഷുവേഴ്സ് ദാറ്റ് മിക്സഡ് ട്രാഫിക് ഈസ് ഹാൻഡിൽഡ് എഫിഷ്യൻ്റ്ലി. യൂണിഫോം പാക്കറ്റ് സൈസ് മിക്സഡ് ട്രാഫിക്കിനെ കാര്യക്ഷമമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള എഫിഷ്യൻസി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. സ്മോൾ സൈസ്ഡ് ഹെഡർ റെഡ്യൂസസ് പാക്കറ്റ് ഓവർലോഡ്, thus ensuring effective bandwidth usage. സ്മോൾ സൈസ്ഡ് ഹെഡർ പാക്കറ്റ് ഓവർലോഡ് കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഓവർലോഡ് കുറച്ചിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബാൻഡ്വിഡ്ത്ത് യൂസേജ് ഉറപ്പുവരുത്തുന്നു. ATM നെറ്റ്വർക്ക്സ് ആർ സ്കെയിലബിൾ ബോത്ത് ഇൻ സൈസ് ആൻഡ് സ്പീഡ്. ATM നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞത് സൈസ് ആയിക്കോട്ടെ സ്പീഡ് ആയിക്കോട്ടെ അത് സ്കെയിലബിൾ ആണ്, അതായത് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ATM നെറ്റ്വർക്ക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ്. അടുത്തത് ATM റെഫറൻസ് മോഡൽ കംപ്രൈസസ് ഓഫ് 3 ലെയേഴ്സ്. ഈ ATM റെഫറൻസ് മോഡലിന് മെയിനായിട്ട് 3 ലെയേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് ഫിസിക്കൽ ലെയർ. ദിസ് ലെയർ കറസ്പോണ്ട്സ് ടു ഫിസിക്കൽ ലെയർ ഓഫ് OSI മോഡൽ. OSI മോഡലിൻ്റെ ഫിസിക്കൽ ലെയർ പോലെ തന്നെയാണിത്. അറ്റ് ദിസ് ലെയർ ദ സെൽസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ബിറ്റ് സ്ട്രീംസ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ഓവർ ദ ഫിസിക്കൽ മീഡിയം. അതായത് ഈ ലെയറിൽ സെൽസിനെ ബിറ്റ് സ്ട്രീമുകളായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഫിസിക്കൽ മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദിസ് ലെയർ ഹാസ് 2 സബ് ലെയേഴ്സ്. ഈ ലെയറിന് 2 സബ് ലെയേഴ്സ് ഉണ്ട്. ആദ്യത്തേതാണ് PMD സബ് ലെയർ, അതായത് ഫിസിക്കൽ മീഡിയം ഡിപ്പെൻഡൻറ്റ് സബ് ലെയറും, രണ്ടാമത്തേത് TC ട്രാൻസ്മിഷൻ കൺവേർജൻസ് സബ് ലെയറും. ഇനി രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ATM ലെയർ. ദിസ് ലെയർ ഈസ് കമ്പയറബിൾ ടു ഡാറ്റ ലിങ്ക് ലെയർ ഓഫ് OSI മോഡൽ. OSI മോഡലിലെ ഡാറ്റ ലിങ്ക് ലെയറുമായിട്ടാണ് നമ്മളിതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. It accepts the 48 byte segments from the upper layer, adds a 5 byte header to each segment and converts into 53 byte cell. ഇത് മുകളിലെ ഉള്ള ലെയറിൽ നിന്ന് 48 ബൈറ്റ് സെഗ്മെൻറ്റുകളെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതിൽ ഓരോ സെഗ്മെൻറ്റിനും 5 ബൈറ്റ് ഹെഡർ ആഡ് ചെയ്യുകയും അങ്ങനെ 53 ബൈറ്റ് സെല്ലുകളായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദിസ് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ റൂട്ടിംഗ് ഓഫ് ഇറ്റ് സെൽഫ്, ട്രാഫിക് മാനേജ്മെൻറ്റ്, മൾട്ടിപ്ലെക്സിങ് ആൻഡ് സ്വിച്ചിങ്. ഇങ്ങനെ ഓരോ സെല്ലിൻ്റെയും റൂട്ടിങ്, ട്രാഫിക് മാനേജ്മെൻറ്റ്, പിന്നെ മൾട്ടിപ്ലെക്സിങ്, സ്വിച്ചിങ് എന്നിവയ്ക്കൊക്കെ ഈ ലെയറിനാണ് കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ലാസ്റ്റ് ലെയറാണ് ATM അഡാപ്റ്റേഷൻ ലെയർ, അതായത് AAL. ദിസ് ലെയർ കറസ്പോണ്ട്സ് ടു നെറ്റ്വർക്ക് ലെയർ OSI മോഡൽ. OSI മോഡലിലെ നെറ്റ്വർക്ക് ലെയറുമായിട്ടാണ് ഈ ATM അഡാപ്റ്റേഷൻ ലെയർ, അതായത് നെറ്റ്വർക്ക് ലെയർ പോലെ തന്നെയാണ് AAL. It provides facilities to the existing packet switched networks to connect to ATM network and use its services. അത് ATM നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനും പിന്നെ അതിൻ്റെ സർവീസസ് യൂസ് ചെയ്യാനും നിലവിലുള്ള പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കുകളുണ്ടല്ലോ അതിന് ഫെസിലിറ്റീസ് നൽകുക എന്നതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. ഇറ്റ് അക്സെപ്റ്റ്സ് ദ ഡാറ്റ ആൻഡ് കൺവേർട്ട്സ് ദം ഇൻ ടു ഫിക്സഡ് സൈസ്ഡ് സെഗ്മെൻറ്റ്സ്. ഇത് ഫിക്സഡ് സൈസ്ഡ് സെഗ്മെൻറ്റ്സുകളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദിസ് ലെയർ ഹാസ് 2 സബ് ലെയേഴ്സ്. ഇതിന് മെയിനായിട്ട് 2 സബ് ലെയറാണുള്ളത്. ദ ട്രാൻസ്മിഷൻസ് ക്യാൻ ബി ഫിക്സ്ഡ് ഓർ വേരിയബിൾ
ഡാറ്റ റേറ്റ്. ഇതിൻ്റെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ വേരിയബിൾ ആയിരിക്കാം. മെയിനായിട്ട് 2 സബ് ലെയറാണ് ഇതിനുള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ആണ് കൺവേർജൻസ് സബ് ലെയർ, രണ്ടാമത്തത് സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി സബ് ലെയർ. ഇനി നമ്മൾ ആ ഫിഗറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ATM എൻഡ് പോയിൻറ്റും ATM സ്വിച്ചും. അതെന്താണെന്ന് നോക്കാം. ATM എൻഡ് പോയിൻറ്റ്സ്, ഇറ്റ് കണ്ടെയ്ൻസ് ATM നെറ്റ്വർക്ക് ഇൻ്റർഫേസ് അഡാപ്റ്റേഴ്സ്. ഇതിൽ ATM നെറ്റ്വർക്ക് ഇൻ്റർഫേസ് അഡാപ്റ്റർ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാകും. എക്സാമ്പിൾസ് ഓഫ് എൻഡ് പോയിൻറ്റ്സ് ആർ വർക്ക് സ്റ്റേഷൻ, റൂട്ടേഴ്സ്, കോഡെക്സ്, LAN സ്വിച്ചസ് എക്സെട്ര. ഈ എൻഡ് പോയിൻറ്റ്സിന് എക്സാമ്പിളാണ് വർക്ക് സ്റ്റേഷൻസ്, റൂട്ടേഴ്സ്, കോഡെക്സ്, LAN സ്വിച്ചസ് എന്നിവ. ATM switch, it transmits cell through the ATM networks. It accepts the incoming cells from ATM endpoints UNI or and the switch NNI, updates cell header and retransmits cell towards destination. ATM നെറ്റ്വർക്കിലൂടെ സെല്ലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ATM എൻഡ് പോയിൻറ്റുകളിൽ, അതായത് UNI അല്ലെങ്കിൽ മറ്റൊരു സ്വിച്ച്, അത് NNIയിൽ നിന്നുള്ള ഇൻകമിങ് സെല്ലുകൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സെൽ ഹെഡർ അപ്ഡേറ്റ് ചെയ്യും, സെല്ലിന് ആ സെല്ല് ഉദ്ദേശിച്ച ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് അതിൻ്റെ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ATM സ്വിച്ച്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.